രാഷ്ട്രീയക്കാരുടെ പാദസേവ ചെയ്യുന്ന ഒരു ഭാഗം ഉലമാക്കൾ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ അല്ലാഹു അക്ബർ ധാരാളം പ്രഭാഷണങ്ങൾ, നമ്മെ കോൾമയിർ കൊള്ളിക്കുന്ന, പ്രകമ്പനം കൊള്ളിക്കുന്ന മിമ്പറുകളും മെഹ്റാബുകളും പ്രഭാഷണങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന കാലം വന്നാൽ അഹല്ലൂ ലഹും അൽ ഹറാമാ, ഹറാമായ അല്ലാഹു നിഷിദ്ധമാക്കിയത് ഹലാലാക്കി കൊടുക്കുന്ന ഉലമാക്കൾ വന്നാൽ വഹറമു അലൈഹിം അൽ ഹലാൽ, ഹലാലായ കാര്യങ്ങളെ ഹറാമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഉലമാ സമൂഹം വന്നാൽ ഫഅഫ്തൗഹും ബിമാ യസ്തഹൂൻ, അധികാരികളും അഹങ്കാരികളും സമ്പന്നന്മാരും ആഗ്രഹിക്കുന്നത് പോലെ ഉലമാക്കൾ അവർക്ക് അനുകൂലമായി ഫത്വ പുറപ്പെടുവിക്കുന്ന ഒരു കാലം വന്നാൽ ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് കേട്ടോ. കമാ ഖാല റസൂലുള്ളാഹി, സമ്പന്നന്മാരുടെ മുന്നിൽ പോയി അടിയറവ് വെച്ചിട്ട് സമ്പന്നന്മാരെ വാതോരാതെ പുകഴ്ത്തി 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 പൊക്കി ആകാശമൊട്ടെ പുകഴ്ത്തി പൊക്കുന്ന ഒരു കൂട്ടം ഉലമാക്കൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അക്ബർ. لا تقوم الساعة حتى تخرج علماءهم ويأكلون بألسنتهم أي يمدحون أنفسهم ويظهرون محبتهم حتى يتوصلوا إلى أخذ الأموال منهم. നാവ് കൊണ്ട് ഭക്ഷിക്കുന്ന ഒരു വിഭാഗം ഉലമാക്കൾ രംഗത്തേക്ക് വരുമത്രേ. അതെങ്ങനെയാണെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ സമ്പന്നന്മാരെ വാനോളം പുകഴ്ത്തി അവന്റെ പക്കലുള്ള പൈസ സ്വന്തം ജേബിലേക്ക് മാറ്റിമറിക്കാൻ വാക്ചാതുര്യതയുള്ള പണ്ഡിതന്മാർ ലോകത്ത് കടന്നു വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല.